എഴുതാൻ പഠിച്ചത് തന്നെ ഒരുപക്ഷെ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടായിരിക്കും. ഗ്ലോബൽ മീഡിയ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഒരു ദിവസം ചെർണോബൈലിൻ്റെ ക്രിയേറ്റർ വന്നിരുന്നു, ക്രേഗ് മെസിൻ. അപ്പം പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, സ്റ്റോറിയാണോ ക്യാരക്ടറാണോ എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം, നമ്മൾ കുറച്ച് സ്റ്റോറി ഒന്ന് മുന്നോട്ട് പോകും, അത് കഴിഞ്ഞ ശേഷം ക്യാരക്ടർ ഒന്നും കുറച്ച് മുന്നോട്ട് പോകും. നമ്മളത് രണ്ടിലും ഈക്വലായിട്ട് റീവർക്ക് ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പാട്രിയാർക്കിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ആണെന്ന് പറയുമ്പോഴും അതൊരു ഫോഴ്സ് ഫിറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെതിരെയുള്ളൊരു സ്ലോഗനായിരിക്കണം ഈ സിനിമ എന്ന് വരുത്താനും ഞാൻ ശ്രമിച്ചിട്ടില്ല. സംവിധായകൻ ക്രിസ്റ്റോ ടോമി നമുക്കിപ്പം. ഹായ് ക്രിസ്റ്റോ. ഹായ്. ക്രിസ്റ്റോയുടെ അകത്ത് ഫീച്ചർ ഫിലിം ഉള്ളൊഴുക്ക്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. അതായത് നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളതിന് തെളിവാണ് അല്ലെ ഇതിന് കിട്ടുന്ന റിസപ്ഷൻ. എങ്ങനെയുണ്ട് പൊതുവേ? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ആദ്യത്തെ മൂന്ന് ദിവസമായിട്ടുള്ള റിലീസായിട്ട് വളരെ നല്ലൊരു റിസപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും വലിയൊരു റിസപ്ഷൻ കിട്ടുമെന്നുള്ളത്. കേരളത്തിൽ മാത്രമല്ല പുറത്തെ സിറ്റീസിലും ഫിലിമിന് വളരെയധികം ഹൗസ്ഫുൾസിലാണ് ഷോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വീക്കെൻഡ്സിലൊക്കെ ആയിട്ട്. ഉർവശി പാർവതി ആ ഒരു കോമ്പിനേഷൻ്റെ ആദ്യം ആ ഫോട്ടോ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു പോസ്റ്റ് ടൈറ്റിൽ പോലെ വന്നപ്പോൾ തന്നെ വാവ് എന്നുള്ളൊരു സാധനമായിരുന്നു. കാരണം ഇവർ രണ്ടും ഒന്നിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു മാജിക് എന്താണെന്നുള്ളത് അത് നമ്മൾ ഓൺ സ്ക്രീൻ കണ്ടു. ശരിക്കും ഒരു സംവിധായകനായി പുറകെ നിന്നപ്പോൾ ക്രിസ്റ്റോയ്ക്ക് എന്താ തോന്നിയത്? എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. നമ്മൾ എഴുതി വെച്ച കുറേ സീൻസ് ഇവർ അഭിനയിച്ചതിനേക്ക് ജീവൻ വരുമ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഞാനും വാവുന്ന എനിക്കും തോന്നിയ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റാണ്. അപ്പം അതിലേക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സിനെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഏതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചുള്ള എനിക്കൊരു ഡ്രീം കാസ്റ്റാണ് ഇവരെ രണ്ടുപേരും കിട്ടുക എന്നുള്ളത്. പിന്നെ ഇവരെ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാനും പറ്റി. ഒരുപാട് നാളുകൾ രണ്ടുപേരും ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൽ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ സീൻ അങ്ങനെ ഓർമ്മയുണ്ടോ ഇവർ വന്ന് പെർഫോം ചെയ്തിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തു പോയ? ഒരുപാട് സീൻസ് ഉണ്ട്. ഫസ്റ്റ് റീലിൽ തന്നെയുള്ള ചേച്ചിയുടെ ഒരു ലോങ് മോണലോഗ്, 2 മിനിറ്റ് ഇതായിരിക്കുമുള്ളൊരു മോണലോഗ്, അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം സ്റ്റണ്ടായി. കാരണം 1-2 ഷോട്ട്സൊക്കെ 3-4 ഷോട്ട്സ് പ്ലാൻ ചെയ്തിരുന്നൊരു സീനാണത്. പക്ഷേ ആ ചേച്ചി ഒറ്റ ടേക്കിൽ അത് മൊത്തം തന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെ വീണ്ടും റീടേക്ക് ചോദിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പാർവതിയുടെ ഷോട്ട്സ് പിന്നാണ് എടുത്തത്. അതൊരു എന്താ പറയുക, ഒരു മാജിക്ക് സംഭവിക്കുന്ന പോലായിരുന്നു അവിടെ അത് കണ്ടപ്പോൾ. അതിന് വേറെ റിഹേഴ്സലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷൂട്ടിന് മുമ്പ് ആ ഡയലോഗ്സ് ഒന്ന് ചേച്ചിയും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചേച്ചി ഞങ്ങളിവിടെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ മന്ത്രം ജപിക്കുന്ന പോലെ ഇത് പറയുന്നുണ്ടായിരുന്നു. സാധാരണ ചേച്ചി അങ്ങനെ ചെയ്യാറില്ല. ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നത്, എന്നിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ ചെയ്യാറ്. പക്ഷെ ഇതിന് മാത്രം ചേച്ചി ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഈവൻ അവിടെ വന്ന് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം ഫോക്കസൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ മന്ത്രം ജപിക്കുന്ന പോലെ ഇത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ടേക്കാണ്. ഇപ്പം ക്രിസ്റ്റോ തന്നെ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഉർവശി എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആക്ട്രസ് ആണ്. പക്ഷേ പാർവതി എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, വെൽ പ്രിപ്പയർഡായി വന്ന് അതുമാത്രം ചെയ്യുന്നൊരു നടിയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു കോംബോ ഉണ്ടല്ലോ, അത് ഈ പെർഫോം ചെയ്യുമ്പം അതിലൊരു ഈസ് എവിടെയായിരുന്നു? ഇല്ല, രണ്ടുപേരുമായിട്ടും വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ചില ആക്ടേഴ്സ് ഇപ്പം ഒരു വാമപ്പ് ചെയ്യാൻ കുറച്ച് ടേക്സ് എടുക്കും, 4-5 ടേക്സ് ഒക്കെ എടുത്തിട്ടാണ് അവരുടെ ഒരു ബെസ്റ്റ് ടേക്ക് വരിക. പക്ഷേ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ടേക്ക്, സെക്കൻഡ് ടേക്കിലാണ്, മിക്കവാറും ഫസ്റ്റ് ടേക്കിൽ തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഏറ്റവും നല്ല പെർഫോമൻസ് വരിക. അപ്പം ആസ് എ ഡയറക്ടർ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആകെ ചില ഇമോഷണൽ സീൻസ് ചെയ്യുമ്പം ആരുടെ ഷോട്ട്സ് ആദ്യം എടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ നടക്കാറുണ്ട്. കാരണം ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ നമ്മൾ ഒരാളുടെ ഷോട്ട് എടുക്കുമ്പോൾ മറ്റേ ആൾ ഓവർ ദ ഷോൾഡർ ആണെങ്കിൽ അഭിനയിക്കണമല്ലോ. അപ്പോൾ അഭിനയിക്കുമ്പം അവരുടെ ഒരു ഫസ്റ്റ് ടേക്കാണല്ലോ പോവുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, ആരുടെ ആദ്യം എടുക്കണം. അപ്പോൾ കൂടുതൽ പാർവതിയുടെയാണ് കൂടുതൽ ഇൻറ്റൻസ് എങ്കിൽ പാർവതിയുടെ ആദ്യം എടുക്കും.
അപ്പം ചില സീൻസിൽ പാർവതിയുടെ റിയാക്ഷൻ വന്നിട്ടായിരിക്കും ചേച്ചി കുറച്ച് അതിൻ്റെ പെർഫോമൻസിനെ ട്വീക്ക് ചെയ്യുന്ന, അപ്പോൾ തിരിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ഒരു ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ആസ് എ പെർഫോമേഴ്സ് എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും അവിടെ വന്നു കഴിഞ്ഞിരുന്ന അവർ എന്താണോ റിക്വയർഡ് ആയിട്ടുള്ളത് അവരത് കൊണ്ടുവരും ആ സീനിലേക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല രണ്ടുപേരുടെ കാര്യത്തിലാണെങ്കിലും. ഇപ്പം ആദ്യം കഥ കേൾക്കുമ്പോൾ പാർവതിക്ക് ഇത് ചെയ്യണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ഒരു ക്യാരക്ടറാണ്, ഇപ്പോൾ ചെയ്യാൻ പാകമായോ എന്നൊക്കെ. ഉർവശി ചേച്ചി സംബന്ധിച്ചിടത്തോളം അവർ കഥ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ആ ഒരു മൊമെൻ്റ് എന്തായിരുന്നു? ചേച്ചിക്കും കഥ കേട്ടിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളെടുത്തു ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ, കോവിഡ് കാരണം വേറെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ചേച്ചിയായിട്ട് ഞാൻ നിരന്തരം കോൺവെർസേഷനിലുണ്ട്. അപ്പോൾ ചില സമയത്ത് ചേച്ചി ഇങ്ങനൊരു മടി പറയും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇത്രയും ഇൻറ്റൻസ് ആയതുകൊണ്ട് ഉണ്ടാകുന്നൊരു റിസർവേഷൻ ഉണ്ടായിട്ടുണ്ട് ചേച്ചിക്കാണെങ്കിലും. അതല്ലാതെ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ കഥയോട് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ അവരുടെ അതിനകത്തുള്ളൊരു ഇടപെടൽ, അതായത് ഇപ്പം സജഷൻ ചോദിക്കലാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ കൊള്ളാം, ആ രീതിയിലൊക്കെ സംസാരം ഉണ്ടാവാറുണ്ടോ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ട്രസ് കൂടിയാണല്ലോ, അതുകൊണ്ട് ചോദിക്കാം ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ചേച്ചി തീർച്ചയായിട്ടും ഈ കഥേനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നൈയിൽ പോയി ചേച്ചിനെ കാണാനായിട്ട്. എന്നിട്ട് ഒരു ദിവസം മൊത്തം ചേച്ചിയോട് ഇരുന്നു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് മൊത്തം കാണാപ്പാടമാണ്. അത്രയ്ക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. അപ്പം ചേച്ചി ആ സ്ക്രിപ്റ്റ് പോയിട്ട് ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും പല കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ ചെയ്തെന്നായിരിക്കും അങ്ങനെ ചെയ്തെന്നായിരിക്കും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി പറയുകയുണ്ടായി. പിന്നെ ചേച്ചി ഭയങ്കരമായിട്ട് ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഓരോ സീൻ നമ്മൾ പറയുമ്പോഴും അതിന് ചേച്ചിക്ക് റെഫർ ചെയ്യാൻ ലൈഫിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഡെപ്തോടുകൂടിയാണ് ചേച്ചി സംസാരിക്കുന്നത്. ആ ദിവസം എനിക്ക് ഭയങ്കര ഒരു നമ്മളൊരു പെട്ടെന്നൊരു യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്ത ഫീൽ ആയിരുന്നു തിരിച്ചു വന്നപ്പം. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ അതൊരു ദിവസത്തെ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ കുറേ നേരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഓരോ സീനിന് മുമ്പ് ഈ ഡയലോഗ്സിനെ പറ്റി ഇങ്ങനെ ചെയ്തതെന്നായിരിക്കും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ചിലത് ഇങ്ങനെ തുടങ്ങിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഡയലോഗിൻ്റെ ആവശ്യമില്ല, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊമൈസും ഈ കഥയും സെറ്റ് ചെയ്തൊരു പ്രൊമൈസും കഥയും ഈ ഒരു ഐഡിയയുടെ ഒരു തുടക്കം എങ്ങനെയാണ്? ഈ കഥ വന്നിട്ട് പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ ആലോചിച്ചതാണോ, അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു ആ ഒരു എഴുത്തിൻ്റെ തുടക്കം? ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ വീട് കുട്ടനാടാണ്, മുട്ടാറെന്ന് പറയും. അവിടെ എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നതാണ്. കൊച്ചിലോട്ട് നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് അവിടെ പോയി കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ 2005 വെള്ളപ്പൊക്ക സമയത്ത് ആണ് എൻ്റെ അച്ചാച്ചൻ മരിക്കുന്നത്. അപ്പം അടക്കാൻ പറ്റാതെ ഞങ്ങൾ 8-9 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. 9 ദിവസത്തിന് ശേഷമാണ് അടക്കാൻ പറ്റിയത്. അപ്പം ആ സംഭവമാണ് പിന്നെ എനിക്ക് ഈ സിനിമയ്ക്കുള്ളൊരു ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതായത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചേർന്ന സമയത്തൊക്കെ ആദ്യ സിനിമ എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഈ സംഭവത്തിനെ ചുറ്റിപ്പറ്റി ഒരു സിനിമ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ 2016 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായി തിരിച്ചു വന്ന് ഇത് എഴുതാൻ തുടങ്ങിയ സമയത്താണ് ഈ സംഭവം മാത്രമേ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പ്രൊമൈസ് മാത്രം. പിന്നെ ബാക്കി കാര്യങ്ങൾ അതിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇപ്പം ഫാമിലിയിലൊക്കെ കേട്ട് മറന്ന കഥകളും സംഭവിച്ചതും ആയിട്ടുള്ള കഥകളിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് നമ്മളൊരു ഫിക്ഷണൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരു ലോങ് പ്രോസസ്സായിരുന്നു. എനിക്കിത് കാണുമ്പോൾ തോന്നി, നമ്മൾ പറയും മാരേജ് ഇസ് ബിൽറ്റ് ഓൺ ലൈസ് ആൻഡ് സീക്രട്സ് എന്ന് പറയുമല്ലോ, അതിലായിരുന്നു ഈ കഥയുടെ ഒരു ഐഡിയ വെച്ചിട്ടാണോ ഇത് തുടങ്ങിയത്? എന്താണ് ഒന്നുകൂടെ ചോദിക്കും? മാരേജ് എന്നുള്ളത് എപ്പോഴും ലൈസ് ആൻഡ് സീക്രട്സ്, ഇപ്പം നുണകളും ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉൾച്ചേർന്നതാണെന്ന് പറയുമല്ലോ, ആ ഒരു ബേസ് സാധനം വെച്ചിട്ടായിരുന്നോ തുടങ്ങി ഈ കഥയിലൊരു തുടക്കം? അങ്ങനെ പ്രത്യേക കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. എനിക്ക് തോന്നുന്നു എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അറിയാമായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു കള്ളത്തരങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ട് ഇതായിരിക്കും ഫോക്കസ് എന്ന് എനിക്ക് തോന്നുന്നു അത് കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എഴുതി ഇത് ഡെവലപ്പായി അങ്ങനെ വന്നതാണല്ലേ? തുടക്കത്തിൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കാം എന്നല്ലായിരുന്നു? അതെ, ഉറപ്പായിട്ടും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം എഴുതുന്ന ഒരു നോൺ ലീനിയർ ഫോമിലാണ്.
ഈ ഇവിടെ വെള്ളപ്പൊക്കവും മഴയൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഫ്യൂണലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഫാമിലി. അപ്പം ഓരോ സമയത്തും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും, അവരുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ പോവുകയും അങ്ങനെയാണ് ആദ്യം എഴുതിയിരുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഇല്ല ഇത് വർക്കാവുന്നില്ല അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ലീനിയറിൽ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ വർഷം അത് ലാബിലൊക്കെ സെലക്ട് ആകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം ലീനിയറിൽ എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇറ്റ്സ് അബൌട്ട് ലൈസ് ആൻഡ് സീക്രട്സ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു മനസ്സിലേക്ക് വന്നിരുന്നു. പിന്നെയും അത് ഒരു ദിവസം ഉണ്ടായ ഒരു തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇങ്ങനെ ഡെവലപ്പായി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം സിൻസ്ഥാനിൽ ഈ പ്രൈസ് കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ, അതേ സാധനമാണോ ഈ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോയിട്ടുണ്ട്? ഒരുപാട് അതെ. സിനിസ്ഥാനിൽ ഞാൻ അയക്കുന്ന ഒരു ഡ്രാഫ്റ്റിന് ശേഷം ആ സമയത്തും സ്ക്രിപ്റ്റിൽ കുറേ റീവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ സിനിസ്ഥാൻ അയച്ചതിന് ശേഷം അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ പുതിയൊരു ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തോട്ടെ എന്ന്. അവർ പറഞ്ഞില്ല, ഡെഡ് ലൈനിന് സബ്മിറ്റ് ചെയ്യുന്ന ഡ്രാഫ്റ്റാണ് ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അതിനുശേഷം ഞാൻ ഫിലിം ഇൻഡിപെൻഡൻറ്റ് നടത്തുന്ന ഗ്ലോബൽ മീഡിയ മേക്കേഴ്സ് പറഞ്ഞിട്ടൊരു LA റെസിഡൻസി പ്രോഗ്രാം ഉണ്ട്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നടത്തുന്നത്. അതിന് പോയിരുന്നു. അവിടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മേക്ക് ലഫു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൈഡ് ഔട്ടിൻ്റെ റൈറ്ററാണ്, ഓസ്കർ നോമിനേറ്റഡ് റൈറ്ററാണ്. അവരെ ഒക്കെ മെൻറ്റർ ചെയ്തിരുന്നു സ്ക്രിപ്റ്റ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസിൽ കൂടെ അല്ലെങ്കിൽ ഒരുപാട് റീറൈറ്റിങ്ങിൽ കൂടെ പോയതാണ്. ഈവൻ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. അതിപ്പോൾ ഈ കോമ്പറ്റീഷനിൽ സെലക്ട് ആയ ശേഷമായിരുന്നോ ഈ പ്രോഗ്രാം, അതോ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു? അല്ല, കോമ്പറ്റീഷൻ ജയിച്ചതിന് ശേഷം എൻ്റെ അടുത്ത വർഷമാണ് ഞാൻ US പോകുന്നത് ഈ സ്ക്രിപ്റ്റുമായിട്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അല്ലേ? ഇതായിട്ട് എവിടെയൊക്കെ ട്രാവൽ ചെയ്തു, അവരുടേതായ ഇൻപുട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഒരു സ്ക്രിപ്റ്റ് അവർ വായിക്കുന്നത് അനലൈസ് ചെയ്യുന്നതൊക്കെ. അതെ. അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഡിഫറെൻറ്റ് വേർഷൻസ്, നമുക്കൊരു ഡിഫറെൻറ്റ് POVs കിട്ടും സെയിം സ്ക്രിപ്റ്റിനെ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് വളരെ ലീനിയറായിട്ടും വളരെ സിമ്പിളായിട്ട് തോന്നുവാണെങ്കിൽ ഇത് എളുപ്പമല്ല എനിക്ക് തോന്നുന്നു ഫിഗർ ഔട്ട് ചെയ്യാൻ. മെയിൻലി ബിക്കോസ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ഡെപ്തും ലെയേഴ്സും ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഇവൻ എനിക്കാണെങ്കിലും അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ശരിക്കും എന്താ പറയുക, എഴുതാൻ പഠിച്ചത് തന്നെ ഒരുപക്ഷെ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടായിരിക്കും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എഴുത്തിനെ അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് അവിടെ അപ്രോച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കുറച്ച് പാടുള്ള കാര്യമായിട്ടാണ് എഴുത്തിനെ കണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പാട് ഡയറക്ഷനാണ്, പിന്നെ പാട് ഒരുപക്ഷെ എഴുത്തായിരിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും എനിക്ക് തോന്നുന്നില്ല എഴുത്തിന് അത്ര ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കാറില്ല. കുറച്ചുകൂടെ ടെക്നിക്കൽ കാര്യങ്ങൾക്കാണ് അവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എഴുതണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു വാശിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് എഴുതിയാണ് ശരിക്കും ഞാൻ എഴുതാൻ പഠിച്ചതെന്ന് പറയാം. ഈ ക്യാരക്ടർ ആർക്ക് പറഞ്ഞ ലേയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലെ ബ്രില്യൻസ് ഞാൻ ആദ്യം പറയാൻ കാര്യം അതാണ്. എനിക്കും പൂർവശിയുടെ ഒരു കഥാപാത്രം ഭയങ്കരമായി നമുക്ക് ആദ്യം തോന്നിയൊരു ടോക്സിക് പാരൻറ്റിംഗ് ആണ്. അവരുടെ മകനോടുള്ള സ്നേഹത്തിൽ അവർ ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി പോലും പറഞ്ഞവരെ പിടിച്ചു വെക്കുകയാണ്. അതോടൊപ്പം അവരെപ്പോഴും വീമ്പ് പറയുന്ന അവരുടെ ഒരു കുടുംബ മാഹാത്മ്യം എന്നുള്ളത്, അവരുടെ ഒരു സൊസൈറ്റിയിൽ പ്രഷറുണ്ട്. ഈ ലെയറൊക്കെ ഇങ്ങനെ മാറി വന്ന് അവസാനം ഒരു വല്ലാത്തൊരു നിസ്സഹായതയിലേക്കും എത്തുന്നുണ്ട്. നമ്മൾ പണ്ട് ഹിച്ച്കോക്കിൻ്റെ സിനിമകളൊക്കെ കാണുന്ന ആ ഒരു കഥാപാത്രം പോലെയായിരുന്നു ഒരു ഫസ്റ്റ് ഹാഫ് അത് തോന്നുക. അതും ഇങ്ങനെ എഴുതി വരികയായിരുന്നു. ആ ഒരു ലേയേഴ്സ് ഇതിലുണ്ടാക്കിയതുണ്ടല്ലോ, ഇങ്ങനെ ചേർത്ത് വരിക. അതെങ്ങനെയായിരുന്നു? അതും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അത് ഉണ്ടായതല്ല. ആദ്യം എഴുതുമ്പോൾ നമ്മൾ കഥയിൽ കുറച്ച് ഫോക്കസ് ചെയ്യും, പിന്നെ ക്യാരക്ടേഴ്സിൽ കുറച്ച് ഫോക്കസ് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ആ ഗ്ലോബൽ മീഡിയ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഒരു ദിവസം ചെർണോബൈലിൻ്റെ ക്രിയേറ്റർ വന്നിരുന്നു, ക്രെയ്ഗ് മസിൻ. അപ്പം പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, സ്റ്റോറിയാണോ ക്യാരക്ടറാണോ എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം ഇതൊരു എന്താ പറയുക, ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷനാണ്. ഏതാണ് ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മൾ കുറച്ച് സ്റ്റോറി ഒന്ന് മുന്നോട്ട് പോകും, അത് കഴിഞ്ഞ ശേഷം ക്യാരക്ടറൊന്നും കുറച്ച് മുന്നോട്ട് പോകും. നമ്മളത് രണ്ടിലും ഈക്വലായിട്ട് റീവർക്ക് ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ ക്യാരക്ടറാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എഴുതിയ സമയത്ത് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഒരുപക്ഷെ ടോക്സിക്കോ അല്ലെങ്കിൽ ഒരു ആർക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ ജേർണിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിനകത്തെ പിവിറ്റൽ സീൻ, വൺ ഓഫ് ദ സെക്കൻഡ് ഹാഫിൽ അവർ രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സീൻ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഈ മേഘ്ലഫുവായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പിൻ്റെ സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമുണ്ട്,
എല്ലാ സിനിമകളും നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം എന്ന്, അങ്ങനെ ഒരു സീൻ ഫിലിമിൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ റീവർക്ക് ചെയ്തൊരു ഭാഗമാണ് അത്. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്യുമ്പോഴും ഒരു ചെറിയ പോർഷൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും മാറുക, ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കും മാറുക. അങ്ങനെ എല്ലാം കൂടെ മാറി ഉള്ളൊരു ഒരു ഫൈനൽ ഇതാണ് നമ്മളിപ്പം കാണുന്നത്. അവരൊരു ഭയങ്കരമായ ഫാൻറ്റസിയിലാണ് ജീവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും. അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാം വലുതാണ്, ഭയങ്കര സന്തോഷമാണ്, നല്ലതാണ്. അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കൊരു പ്രശ്നമില്ല. അത് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് പ്രശ്നം, പുറത്തുനിന്ന് വന്നവരാണ് അത് അനുഭവിക്കുന്നതും. അതുപോലെ തന്നെ ഈ അഞ്ജു എന്നുള്ള കഥാപാത്രം എൻ്റെ വായനയിൽ അവർ ഭയങ്കര നോർമലാണ്. കാരണം ഏത് സ്ത്രീയും ചെന്നുപെടാവുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ 2 സ്ത്രീകളെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, വിമൻ റിട്ടേൺ ബൈ മെൻ ആണ് എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്നതെന്ന്. പക്ഷേ അതെപ്പോഴും നമ്മൾ ഭയങ്കര ക്ലീശയായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പുരുഷൻ എങ്ങനെ ഒരു സ്ത്രീയെ കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് ചെയ്യാന്നൊക്കെ. പക്ഷേ ഇവിടെ വരുമ്പോൾ 2 സ്ത്രീകളെ ഭയങ്കരമായി മനസ്സിലാക്കിയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ അതിൽ ഒന്നും ഏച്ചുകെട്ടില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്തായിരുന്നു? കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ. ഉർവശി ചെയ്ത ക്യാരക്ടറാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറേ നാളത്തെ എഴുത്തിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ കുറേയൊക്കെ ഒബ്സർവ് ചെയ്യുമല്ലോ, നമുക്കറിയാമല്ലോ അവരുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ ഷെയ്ഡ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ക്യാരക്ടറാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ലൈക്ക് ശൂന്യതയിൽ നിന്ന് എനിക്ക് ആ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബേസിക്കലി ഒരു ഡില്യൂഷനിലാണ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ചേച്ചിയുടെ ക്യാരക്ടർ. ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകൾ ആ സമയത്തെ ഒരു സൊസൈറ്റൽ സ്ട്രക്ചർ കൊണ്ടും പ്രഷേഴ്സ് കൊണ്ടും ഒക്കെ അങ്ങനെ ജീവിച്ചവരും ഉണ്ടാവാം, ഇപ്പോഴും ഉണ്ട്. അതെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടതുകൊണ്ടും ഒബ്സർവ് ചെയ്തുകൊണ്ടും ആണ് എനിക്കത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം അഞ്ജുവിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം അനുഭവിച്ച കാര്യങ്ങളല്ല, കണ്ട കാര്യങ്ങൾ നമുക്ക് അതുപോലെ എടുത്തു വെക്കാൻ പറ്റില്ല. കാരണം അതിനകത്തുനിന്ന് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആക്ടേഴ്സ് വരുമ്പം നമ്മൾ എഴുതി വെച്ചൊരു ക്യാരക്ടേഴ്സ് അവരിലൂടെ പോയിട്ട് വേറൊരു ഇതായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ ഒരു എക്സിസ്റ്റൻസിനെ, എനിക്കറിയില്ല, അവരുടെ ഒരു എക്സിസ്റ്റൻസിനെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് ഓക്കെ ഇതാണ് ഈ ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ എത്ര പേര് ചെയ്യുമെന്നും എനിക്കറിയില്ല. അപ്പോൾ അവരുടെ ഒരു ലോകവീക്ഷണം, അവരുടെ ഒരു POVയും ഒക്കെ വെച്ചിട്ട് അവർ ഈ ക്യാരക്ടറെ മനസ്സിലാക്കി അവരിൽ പ്രസൻറ്റ് ചെയ്യാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഗീതു ആണെന്ന് തോന്നി പറഞ്ഞു, ഗീതു മോഹൻ ഏതോ ഞാൻ ആണെന്ന് തോന്നുന്നു ഇത് നമ്മൾ എപ്പോഴോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത്. ബേസിക്കലി ഈ ആക്ടേഴ്സ് ഹാവ് ടു ഫൈൻഡ് these characters in them. Like Parvati has to find an Anju in her, Chechi has to find an Leelamma in her. അപ്പം അതൊരു പ്രോസസ്സാണ്. ഓഫ് കോഴ്സ് റൈറ്റിങ്ങിൽ അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരിലൂടെയുമാണ് ആ ക്യാരക്ടറിനൊരു ഒരു ജീവൻ വെക്കുന്നത്. ഈ പല ഘട്ടങ്ങളിലും ഇപ്പം തുടക്കമൊക്കെ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടാണ് അത് പോയത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ മഹാത്മ്യത്തിനെതിരെ, കുടുംബം ഭയങ്കര വലുതാണ്, അതിനെതിരെ, ആ ഒരു സ്ട്രക്ചറിനെതിരെ, ഈ സൊസൈറ്റിയുടെ പ്രഷറിനെതിരെ ഒക്കെയുള്ളൊരു കഥയാണിത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പാക്ഡ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു ബ്രില്യൻ്റ് ആണ് എന്നാണ് നമ്മൾ ഇൻ്റർവെല്ലിൽ എത്തിയത്. പക്ഷെ പിന്നെ എനിക്ക് പലയിടത്തും തോന്നി ഭയങ്കരമായ ബാലൻസിങ് നടന്നതുപോലെ തോന്നി. ഇപ്പം ഈ പാട്രിയാർക്കിയുടെ ഒരു മെയിൻ സാധനം ഒരു റിലീജിയസ് സ്ട്രക്ചർ തന്നെയാണല്ലോ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതിനെ ഭയങ്കരമായി പവിത്രീകരിക്കുന്നു. ഇപ്പോൾ സിസ്റ്ററുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവർ തെറ്റ് ചെയ്യില്ല, ആ രീതിയിൽ ആഡ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ബാലൻസിങ് ആയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബേസിക്കലി ഞാനിപ്പം എഴുതുമ്പോൾ പോലും ഇപ്പം ഒരുപാട് ആൾക്കാർ ആ ഫിലിമിനെ പറ്റി സംസാരിക്കുമ്പം എഴുതുന്നുണ്ട് ഇത് ഇന്ന ഒരു പാട്രിയാർക്കിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ആണെന്ന് പറയുമ്പോഴും അതൊരു ഫോഴ്സ് ഫിറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെതിരെയുള്ളൊരു സ്ലോഗനായിരിക്കണം ഈ സിനിമ എന്ന് വരുത്താനും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ശ്രമിച്ചത് ഈ കഥ ഏറ്റവും എഫക്റ്റീവായിട്ട് പറയാനാണ്, ഈ ക്യാരക്ടേഴ്സിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ അതിലൂടെ വന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ എഴുതുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു വിഷൻ അതിലേക്ക് കൊടുക്കുന്നതിന് പകരം ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി ആ വിഷൻ കുറച്ചുകൂടെ ഓർഗാനിക്കായിട്ട് വരുന്ന ഒരു
പ്രോസസ്സാണ് ഞാൻ ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ക്ലൈമാക്സ് പോലും എന്തായിരിക്കണം ഇതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ മീനിങ് എന്ന് ആലോചിച്ചിട്ടല്ല ആ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ഞാൻ ഈ കഥ ആലോചിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വേറൊരു ക്ലൈമാക്സ്, ഇപ്പം ഞാനിപ്പം പുറകോട്ട് കഥ എഴുതുന്ന സമയത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനൊരു വേറൊരു ക്ലൈമാക്സ് എഴുതിയായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മനസ്സിൽ ഈ ക്ലൈമാക്സ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ മാനങ്ങളും ഒക്കെ വന്നത് പിന്നെ എഴുത്തിലൂടെയാണ്. ആ ക്ലൈമാക്സിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളതായിരുന്നു പിന്നത്തെ സ്ട്രഗിൾ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് ആസ് എ റൈറ്റർ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉത്തരം കൃത്യം പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് വരുന്നത്. അത് നമുക്കത് ഫീൽ ചെയ്തു, റൈറ്റായിട്ട് അല്ല ഇമോഷണലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോവാണ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ബേസിക്കലി ഒരു ഫീമെയിൽ ബോണ്ടിങ്, അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ പരസ്പരം മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പം അതിനകത്തെ ഒരു ഇമോഷണൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ പരസ്പരം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനൊരു സമയത്ത് എന്തിലായിരിക്കാം ഇവർ പരസ്പരം മനസ്സിലാക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ ഈ സിനിമ എന്തായിരിക്കും, ഓഫ് കോഴ്സ് ആസ് എ ഡയറക്ടർ ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷൻ, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ പൊളിറ്റിക്സിനെ പറ്റി ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ആ സിനിമ പറയുമ്പം ഞാൻ ഈ പൊളിറ്റിക്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയോ അധികം ആലോചിച്ചിട്ടില്ല. കാരണം അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് നഷ്ടപ്പെടും. ഞാൻ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും അല്ലെങ്കിൽ ലീലാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും ബാക്കി ഈ ഫാമിലിയിലുള്ള ക്യാരക്ടേഴ്സിനെയും മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതെ അതെ അതെ. അതുപോലെ ഈ ഫസ്റ്റ് ഹാഫിൽ എന്നെ ഭയങ്കര ഹോണ്ട് ചെയ്തത് തോമസ് ഊട്ടിയായിരുന്നു. കാരണം അയാളുടെ ഒരു നിസ്സഹായത, ഇവർക്ക് ഇവരുടേതായ കോൺഫ്ലിക്റ്റുകളും ക്രൈസിസൊക്കെ ഉണ്ടെന്നിരിക്കെ തന്നെ അയാൾ അനുഭവിക്കുന്ന ഒരു നിസ്സഹായതയൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തുക എന്ന് പറയില്ല. ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, അയ്യോ അയാളുടെ അവസ്ഥ അതാണ്. പക്ഷേ അഞ്ജുനൊന്നും ചെയ്യാനും പറ്റില്ല, അത് അവളുടേതായ ഒരു സത്യമാണ്. പിന്നെ അതിലേക്കാളൊരു കാസ്റ്റും അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ഈ സിനിമയിൽ എല്ലാവരും, അലൻസീറൊക്കെ വളരെ നന്നായി ചെയ്തു. പുള്ളി പിന്നെ നന്നായി അഭിനയിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും അപ്പോൾ ഇവരിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? പ്രശാന്തിലേക്ക് എത്തിയത്, എനിക്ക് പ്രശാന്തിനെ നേരത്തെ തന്നെ അറിയാം. ഞാൻ പ്രശാന്ത് നേരത്തെ ചെയ്ത വർക്ക്സ് കണ്ടിട്ടുണ്ട്. കേരളാനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോകുന്ന സമയത്തും പ്രശാന്ത് ഞാൻ അവിടെ പഠിപ്പിക്കാൻ ചെല്ലുന്ന സമയത്തും പ്രശാന്ത് അവിടെ ഉണ്ട്. അങ്ങനെ എനിക്ക് പ്രശാന്ത് എന്ന ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാം. അപ്പോൾ ഈ ക്യാരക്ടർ ആലോചിച്ച സമയത്ത് നമുക്കൊരു പ്രത്യേകതരം ഫിസിക്കുള്ള ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശാന്തിൻ്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു എൻ്റെ ടീം ആ ഡ്രീം സീക്വൻസ് ആണ് പ്രശാന്തിന് അയച്ചു കൊടുത്തത്. അപ്പോൾ അത് വായിച്ചിട്ട് പ്രശാന്ത് പേടിച്ചിട്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രശാന്തിനെ മീറ്റ് ചെയ്ത് ഞാൻ കഥ പറഞ്ഞ് ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശാന്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്രശാന്തിൻ്റെ സൈഡിൽ നിന്നും വളരെയധികം എഫേർട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ അതൊക്കെ പ്രശാന്ത് വളരെ നന്നായിട്ട്, എന്താ പറയുക, അതിനുള്ള വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് പ്രശാന്ത്. അലൻ ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ അലൻ ചേട്ടനെ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ അലൻ ചേട്ടനെ അതിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം എടുത്തു. അല്ലെങ്കിൽ ഡേറ്റ്സും വേറെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം അലൻ ചേട്ടൻ അതിലേക്ക് ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് എത്തി. ഫൈനൽ എന്നല്ല, ഞാൻ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് സമയത്ത് തന്നെ എത്തി. എന്നാലും ഒരു കുറച്ച് നമുക്കൊരു എഫേർട്ട് ഇടേണ്ടി വന്നു അലൻ ചേട്ടനെ അതിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ക്യാരക്ടർ ആലോചിച്ചപ്പോൾ തന്നെ പുള്ളിയായിരുന്നു. ഓക്കെ. ഇപ്പം അതിൽ തന്നെ ആ ഒരു ഇക്വേഷനൊക്കെ രസമായിരുന്നു. ഇപ്പം നമ്മൾ അച്ഛൻ അവളുടെ കൂടെ നിന്നു, പക്ഷെ ഒരു അമ്മ സ്വന്തം അമ്മയായിട്ട് പോലും അവരെ ഉള്ളിൽ ഭരിക്കുന്നവരുടെ ചിന്ത എന്താണ് എന്നുള്ളൊരു ആ ലെയറിങ് ഉണ്ടല്ലോ അവരുടെ അമ്മയുടെയൊക്കെ, അത് ഭയങ്കര നല്ല രസമായിട്ട് എഴുതിയൊരു സാധനമാണ്. പിന്നെ ഇപ്പോൾ ഈ മഴ എന്നുള്ളതേ ഇപ്പോൾ അതൊരു അലിഗറി ആയിട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ എൻഡിങ്ങും എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം നമ്മൾ ഈ പറയും പോലെ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഉള്ളിലൊരു ടെൻഷൻ കൂടുന്നുണ്ട്, അതിൻ്റെ ഒരു മഴ നമുക്കത് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അവസാനത്തേക്ക് വരുമ്പം അതെങ്ങനെയാണ് അത് യൂസ് ചെയ്താൽ ഒന്ന് പറഞ്ഞുതരുമോ? ഒരു എഴുത്തിൻ്റെ രീതിയിൽ ചോദിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഈ മഴ, വെള്ളപ്പൊക്കം, ഞാൻ ഈ കഥ ആദ്യമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തൊരു കാര്യം ഈ ഒരു ഇമേജാണ്. ഒരു വെള്ളപ്പൊക്കം ഉള്ളൊരു വീട്ടിൽ, അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു വീട്ടിൽ ഒരു ഫാമിലി അവരുടെ ഒരു ബന്ധുവിൻ്റെ അടുത്ത ആളുടെ ബോഡിയുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഇമേജാണ് എന്നെ ആദ്യമായിട്ട് ഈ കഥ ആലോചിച്ചപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് ഫിലിം ത്രൂ ഔട്ട് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ നമുക്ക് ഈ കഥയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു.
ഓഫ് കോഴ്സ് അപ്പോൾ വെള്ളവും എന്താ പറയുക ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഈ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഈ ഡ്രാമയിലേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾസോ എന്താ കാണിക്കുന്നത്, ഇറ്റ്സ് ഇന്നബിലിറ്റി ഓഫ് ദിസ് പീപ്പിൾ ടു ലെറ്റ് ഗോ. വെള്ളം ഒഴുകി സാധാരണ അവിടെ പറയും, നമ്മുടെ കുട്ടനാട്ടിലൊക്കെ പറയും വെള്ളപ്പൊക്കം നല്ലതാണ്, എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നത്. കാരണം വെള്ളം പൊങ്ങി ഈ കരയിൽ ഉള്ള ഇതെല്ലാം അത് വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അതെ അതെ. അപ്പം ആ സോയില് നന്നായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ മണ്ണ് നന്നായിട്ടിരിക്കാനായിട്ട് എല്ലാ വർഷവും വെള്ളപ്പൊക്കം ആവശ്യമാണ്. അപ്പം അത് പക്ഷേ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് അത് പോകുന്നില്ല. അപ്പോൾ ഈ ആൾക്കാർക്ക് ആക്ച്വലി അവരുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമേജായിട്ടാണ് വെള്ളപ്പൊക്കം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അവസാനത്തേക്കൊക്കെ ചെയ്യുമ്പം ഇപ്പം വീട്ടിനകത്തും വെള്ളമുണ്ട്, വെള്ളത്തിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പം അതൊരു എന്താ പറയുക, നമ്മൾ സാധാരണ കാണാത്തൊരു അബ്സേർഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇവരെന്തിലൂടെയാണ് ഉള്ളിൽ കൂടെ ഇമോഷണലി പോകുന്നത്, അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് പറയാം അങ്ങനത്തെ ഇമേജിനെ. അപ്പം അങ്ങനെയൊക്കെ വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളപ്പൊക്കം ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് റിയലായിട്ട് വെള്ളം പൊങ്ങിയ സമയത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അതെങ്ങനെയായിരുന്നു? അത് റിയൽ മഴയത്ത് വെള്ളം പൊങ്ങിയപ്പോഴും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഈ വെള്ളപ്പൊക്കം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പം വെള്ളം പൊങ്ങണം, നമുക്ക് ആവശ്യമുള്ളപ്പം അത് താഴെ പോകണം. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ഒരുപാട് വേസ് ആലോചിച്ചിരുന്നു ഇത് ചെയ്യാനായിട്ട്. അപ്പം ഓഫ് കോഴ്സ് ഏറ്റവും വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യാൻ 2 വഴിയാണുള്ളത്. ഒന്ന്, നമ്മൾ വെള്ളത്തിലേക്ക് പോവുക, എന്നിട്ട് അവിടെ സെറ്റ് ഇടുക. ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് ജയരാജിൻ്റെ ഒക്കെ ഫിലിമിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റിനോട് ചെയ്ത ഫിലിമിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവർ ഈ വാഴയും ഇതൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ കുറച്ച് അടിയിലേക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്കവിടെ വെള്ളം പൊങ്ങിയതായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു വെള്ളത്തിനടിയിൽ ഒരു പ്ലാറ്റ്ഫോം അടിച്ചിട്ട് നമ്മൾ ഒരാളെ കൂടെ നടക്കുവാണെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെ നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ നമ്മുടെ കൂടെ അന്ന് അജയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അജയൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ വെള്ളപ്പൊക്കം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. പിന്നെ 2 നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഉള്ള ഒരു ആക്ച്വൽ ലൊക്കേഷനിലേക്ക് വെള്ളം കൊണ്ടുവരികയാണ്. അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് നമുക്ക് അറിയത്തില്ല അത് വെള്ളം നമ്മളിപ്പം പമ്പ് ചെയ്ത് കയറ്റിയാലും എത്ര സമയം ഈ ഗ്രൗണ്ടിൽ നിൽക്കും എന്നുള്ളത്. ഗ്രൗണ്ടിൻ്റെ റിട്ടൻഷൻ കപ്പാസിറ്റി നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മഴ ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ വിൻഡോ, നമുക്കൊരു വർഷത്തിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിൻഡോ ഭയങ്കര കുറവായിരുന്നു. ഫ്രം ജൂൺ ടു മേ ബി ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ ആ വർഷത്തെ ജൂൺ ടു സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് നടന്നില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അത് പോകും. കാരണം 2-3 കാര്യങ്ങളുള്ള. ഒന്ന്, ഷഹനാദ് DOPക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മഴയുടെയും ഇതിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആ സമയത്ത് ഷൂട്ട് ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും പ്രകൃതി നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ഭയങ്കര വെയിലത്ത് ഇപ്പോൾ നമുക്ക് ഒരു മൂടിയ അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓഫ് കോഴ്സ് ഒന്ന്. 2, ഈ മഴയുള്ള സമയത്ത് ആറ്റിലൊക്കെ ഭയങ്കര നല്ല വെള്ളം ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ വാട്ടർ ലെവൽ നല്ല കൂടിയിരിക്കും. അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൻ്റെ റിട്ടൻഷൻ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടും. ആറ്റിൽ വെള്ളം കുറവാണെങ്കിൽ റിട്ടൻഷൻ കപ്പാസിറ്റി ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഭയങ്കര താഴെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ കൂടെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റേണ്ടി വരും. നമ്മൾ പമ്പ് ചെയ്യുന്ന വെള്ളമെല്ലാം താഴേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വരെ, അപ്പോൾ ആരെങ്കിലും നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പം ഷഹനാദ് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പം പറയും ഇത് നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഷഹനാദ് എന്നെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, വെള്ളം നിൽക്കുക എന്നുള്ളതാണല്ലോ. ഞങ്ങളൊരു 1.5 ഏക്കർ മൊത്തം ബണ്ട് കെട്ടി വെള്ളം അടിക്കുകയാണ്. വലിയ കൃഷി ചെയ്യുന്നതിൻ്റെ വലിയ പമ്പ് സെറ്റുകൾ കൊണ്ടുവന്നിട്ട് വെള്ളം അടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അത് വെള്ളം നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. എന്നാലും ചലഞ്ചിങ് ആയിരുന്നു, കാരണം ഞങ്ങൾ സിംഗ് സൗണ്ടാണ് ചെയ്തത്. അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് രാത്രി അടുത്ത ദിവസം എത്ര ലെവൽ വെള്ളമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒറിജിനലായിട്ട് വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോയി കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയും ചെയ്തു. കാരണം ഈ
നമുക്കിത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഈ ബിക്കോസ് ഈ ഒരു പ്രത്യേക ബഡ്ജറ്റിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം റിയലിസ്റ്റിക് ആക്കി പൊട്രേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ചില സീൻസ് നമ്മൾ തിരിച്ചു പോയിട്ട് വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും കമൻ്റ് ഉണ്ടോ ആളുകൾ സിനിമ കണ്ടിട്ട് പറഞ്ഞത്? ഇല്ല, എനിക്ക് അങ്ങനെ ഇപ്പം എല്ലാ കമൻസും വായിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാ റിവ്യൂസും ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാവരും നല്ലത് പറയുമ്പം. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ഭരദ്വാജ് രംഗൻ സാറ് പുള്ളിയുടെ ഫിലിമിനെ പറ്റിയുള്ള റിവ്യൂ ഭയങ്കര നന്നായിട്ട് പറഞ്ഞപ്പം വളരെ സന്തോഷം തോന്നി. അതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു റൈറ്ററാണ് SR പ്രവീൺ. SR പ്രവീണിൻ്റെ റിവ്യൂവും ഹിന്ദുവിൽ ഞാൻ പല സിനിമകളും വരുമ്പോഴത്തേക്കും ഞാൻ SR പ്രവീണിൻ്റെ റിവ്യൂ നോക്കാറുണ്ട്. ഫൈനലി എൻ്റെ ഫിലിം ഇറങ്ങിയപ്പം പുള്ളി നന്നായിട്ട് എഴുതിയത് കണ്ടപ്പം സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് റിവ്യൂവേഴ്സിൻ്റെ നല്ല റിവ്യൂസ് കാണുമ്പം സന്തോഷമുണ്ട്. ഇപ്പം മലയാളത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ വീഡിയോ റിവ്യൂവേഴ്സും കോക്ക് ഉൾപ്പെടെയുള്ള റിവ്യൂവേഴ്സും ഒക്കെ നല്ലത് കാണുമ്പോൾ എഴുതിയെന്ന് കാണുമ്പം സന്തോഷമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയധികം ആൾക്കാർ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ ഒരിക്കലും, അതും വിത്തിൻ എന്താ പറയുക 1-2 days ഓഫ് റിലീസ് ഇത്രയും സംസാര വിഷയമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലെ ഒരുപാട് വാക്കുകൾ എനിക്ക് ഇതായിട്ട് തോന്നി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഉള്ളൊലയ്ക്കും ഈ ഉള്ളൊഴുക്ക് അല്ല, അതെ. പിന്നെ അതിഗംഭീരമേ ഉള്ളൊഴുക്ക്, അല്ലെങ്കിൽ ഉള്ളു നിറച്ച് ഉള്ളൊഴുക്ക്, അങ്ങനത്തെ കുറേ പ്രയോഗങ്ങൾ കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ട്. അടുത്ത പ്രോജക്റ്റ് പറയാറായിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അതിനെപ്പറ്റി ഇപ്പം അധികം പറയാറായിട്ടില്ല. ഒരു ഹിന്ദി സീരീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എയർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാറായിട്ടില്ല. മലയാളത്തിൽ മാത്രമല്ലായിരിക്കും ഫോക്കസ് അല്ലേ? അല്ല, നല്ല സിനിമകൾ ചെയ്യണം എന്നാണ്. അപ്പം ഹിന്ദിയിലും പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മലയാളത്തിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലത് ചെയ്യണം എന്നാണ്. അപ്പോൾ വളരെയധികം നന്ദി ക്രിസ്റ്റോ. താങ്ക് യു സോ മച്ച്. സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇങ്ങനെ പേഴ്സണലി തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.